എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ജിൻഡോ ജോൺ ആണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം മണി സഖാവ് നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതിയിലാണ് ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ. അതിന് അദ്ദേഹം പറഞ്ഞ കൃത്യമായ ഒരു കാര്യമുണ്ട്. രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണം, മടിച്ചതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാതെ തീർത്ത് കളയണമെന്നൊരു ആംഗ്യഭാഷയോട് കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 15 വർഷത്തോളമായി MLA ആയി തുടർന്നിരുന്ന ഈ പറയുന്നത് പോലെ LDF ഉണ്ടായിരുന്ന അല്ലെങ്കിൽ CPM ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് BJP പോകുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതിലൂടെ ഇനി ആർക്കും CPM നിന്ന് അല്ലെങ്കിൽ LDF നിന്നും വിട്ടുപോരാൻ പാടില്ല എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണോ മണിയുടെ പുറത്തേക്ക് വരുന്നത്? ഇതിൽ 2-3 ഭാഗമുണ്ട് ഹർഷ. ഇതിൽ ഒന്ന് എം എം മണി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമോ? ഒരിക്കലും ഇല്ല. പണ്ട് 1, 2, 3 പ്രസംഗം നടത്തിയിട്ട് അവസാനം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാതെ ഒളിച്ച് രക്ഷപ്പെടുന്ന പരിപാടിയല്ലേ ഇത്. അപ്പോൾ ഈ വെല്ലുവിളി എം എം മണിയുടെ സ്ഥിര അഭ്യാസമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ഇറങ്ങി പറയും ഒരു സാധാരണ നേതാവിൻ്റെ വാമൊഴി മുഴക്കാമെന്ന്. എല്ലാ നേതാക്കന്മാരും സൗകര്യം പോലെ വാമൊഴി വഴക്കോട്ട് കഴിഞ്ഞ് എം എം മണി വീട്ടിലിരിക്കുന്നവരൊക്കെ അതുപോലെ തെറി കേട്ടും എടുക്കൂലേ? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഇത്തരത്തിലൊരു ക്യാപ്സ്യൂൾ പുറത്ത് വന്നു കഴിഞ്ഞു. അദ്ദേഹം ഇടുക്കിയിൽ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ സംഭവിച്ചു പോയി. അദ്ദേഹം ഒരു നാട്ടുഭാഷാ പ്രയോഗമാണ് നടത്തിയത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്രയും വർഷമായിട്ട് CPM-ന്റെ കേഡറായിട്ട് എല്ലാ CPM കേഡറായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ഇതുപോലെ എത്തിച്ച ഒരു നേതാവിന് ഇപ്പോഴും നാട്ടുഭാഷയുടെ വാമൊഴി വഴക്കം മാറിയില്ലെങ്കിൽ CPM-ന്റെ ട്രെയിനിങ്ങിന് കുഴപ്പമുണ്ട്. ഇതുപോലെ വിവരക്കേടും ഇതുപോലെ തോന്നിവാസവും തെമ്മാടിത്തരവും പറയുന്ന ആള് എന്ത് ചെയ്താലും ഈ വാർദ്ധക്യകാലത്ത് അദ്ദേഹം ഇതാ പറയുന്നെങ്കിൽ നല്ല കാലത്ത് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും ചെറുപ്പകാലത്ത്. അപ്പോൾ ഒരു മര്യാദയില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹത്തെ. ഒരു സാധാരണ സഖാവെന്നും നാട്ടുമ്പുറത്തുകാരനൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്, MLA ആണ്, CPM-ന്റെ ഉന്നത നേതാവാണ്, എല്ലാ പിന്തുണയും പ്രിവിലേജും ഉള്ളൊരു നേതാവാണ്. ആ നേതാവിൻ്റെ വായിൽ നിന്നത് വരാൻ പാടില്ല. പിന്നെ ഞാൻ ചോദിക്കുന്ന എം എം മണി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ 1, 2, 3 പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കണം. പിടിച്ച് ജയിലിലിടുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ ഇത് മാറി മലക്കം പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പണ്ട് ശുംഭൻ ജയരാജൻ പറഞ്ഞ പോലെയാണ്. ജഡ്ജിനെ ആക്ഷേപിച്ചിട്ട് ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവനാണെന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും പറഞ്ഞു കേൾക്കാറില്ല. അപ്പോൾ നാട്ടിൽ ഓരോ തെറിക്കും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്ന പരിപാടിയാണ് CPM നേതാക്കന്മാരുടെ കയ്യിലുള്ളത്. ഇനി രണ്ടാമത്തത്, S. രാജേന്ദ്രൻ BJP പോയിട്ട് എത്രയോ കാലമായി. ഇവരിപ്പോഴാണ് പറഞ്ഞത് ഔദ്യോഗിക അംഗീകാരം സ്വീകരിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് പോയി. അപ്പൊ ഇവർ പറഞ്ഞു പോയില്ല, ഞങ്ങൾ സംസാരിക്കുന്നു, പോകാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു വിടിയിരുന്നു. S. രാജേന്ദ്രനെ കൈകാര്യം ചെയ്യും, തീർത്ത് കളയുന്നല്ലേ പറയണേ. അൽഫോൺസ് കണ്ണന്താനത്തിന് ഇവരെന്താ ചെയ്തേ? പിണറായി വിജയൻ യാത്രയയപ്പ നൽകിയേ. പിണറായി വിജയന്റെ അനുഗ്രഹാശിസോടുകൂടി MLA ആയി LDF-ന്റെ ഒപ്പം നിന്ന അൽഫോൺസ് കണ്ണന്താനം ആ ടേം കഴിഞ്ഞ് BJP ചേർന്ന് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ആശംസകളോടെ യാത്രയയപ്പ് നൽകിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. നാണാവില്ല ഇവർക്ക് ഇത് പറയാൻ? S. രാജേന്ദ്രൻ BJP പോയത്, BJP ആര് പോയാലും അത് ശരിയല്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അയാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ല അയാൾ ഏത് പാർട്ടിയിൽ പോകണമെന്ന്. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ BJP പോകുമ്പോൾ വല്ലാതെ കാലെളുകുന്ന ആളുകൾ, CPM-ന്റെ ആളുകളൊന്നും S. രാജേന്ദ്രൻ പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഇത് ഒരാളല്ല, ആറ്റിങ്ങൽ MP ആയിരുന്ന S. സമ്പത്തിന്റെ അനിയൻ, അയാളുടെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി, സമ്പത്തിന്റെ അനിയൻ, അയാൾ BJP മെമ്പർഷിപ്പ് എടുത്തു. CPM നേതാവായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന DYFIയുടെ നേതാവായിരുന്ന ബിപിൻ C. ബാബു BJP ചേർന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മധു എന്നു പേരുള്ള ഏരിയ സെക്രട്ടറി ആയിരുന്ന ആള് BJP ചേർന്നു. അട്ടപ്പാടിയിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആള് BJP ചേർന്നു. അപ്പൊ ഇവര് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് CPM. അതെപ്പോഴും പറയുന്നതാണ്. കല്ല് പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ച് വളർത്തിക്കൊണ്ടുന്ന കേഡറുകളാണ്. പതിറ്റാണ്ടുകളുടെ കേഡർ സിസ്റ്റത്തിലൂടെ കടത്തി വന്ന ഈ സഖാക്കന്മാർ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ BJP ആവണേ? റെജി ലൂക്കോസിനെ ഇവര് തീർത്ത് കളയോ? ഇല്ലല്ലോ. ഇവരുടെ പാർട്ടിക്കുള്ള കുഴപ്പം കൊണ്ടാണ് ഈ ആളുകൾ മുഴുവൻ എളുപ്പത്തിൽ BJP ആകുന്നത്. ആരെങ്കിലും ഒരാൾ കോൺഗ്രസിലേക്ക്, ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എന്തുമാത്രം ആക്ഷേപം തെറിവിളിയായിരുന്നു. ഈ പറഞ്ഞ ആക്ഷേപം തെറിവിളിയൊന്നും ഈ പറഞ്ഞ റെജി ലൂക്കോസിന് കേൾക്കേണ്ടി വന്നില്ല, ബിപിൻ C. ബാബുവിന് കേൾക്കേണ്ടി വന്നില്ല, മധു എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി കേൾക്കേണ്ടി വന്നില്ല, അട്ടപ്പാടിയിൽ നിന്ന് പോയ ഏരിയ സെക്രട്ടറി കേൾക്കേണ്ടി വന്നില്ല, ഈ പറഞ്ഞ സമ്പത്തിന്റെ അനിയൻ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാൾക്ക് തെറിയേക്കേണ്ടി വന്നില്ല. അതായത് മുഖം നോക്കിയാണ് തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടാണ് ഓരോ അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ S. രാജേന്ദ്രൻ ഇടുക്കിയിലുള്ള ഒരാളാണ്, അയാൾ ഒരു പിന്നോക്കക്കാരനാണ്, അയാൾ ഇവർ പറയുന്ന പോലെ ഇവരുടെ ഒരു സംഘടിത പാർട്ടി ഗ്രാമത്തിന്റെ അകത്തുനിന്ന് BJP പോയതുകൊണ്ട് അയാളെ തീർക്കും എന്നുള്ള വെല്ലുവിളി. ഞാൻ പറയുന്നത് അയാൾ BJP അയാൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ. BJP RSS ആകുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അപ്പോൾ പോലും അയാളുടെ സ്വതന്ത്ര തീരുമാനമെടുത്ത് അയാൾക്ക് ഈ രാജ്യത്തെ നിയമം അനുസരിച്ച്
അനുശാസിക്കുന്ന വിധം, ഭരണഘടന അനുശാസിക്കുന്നത് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരുന്നതിന് അതിനെ തടയാൻ CPM-ന് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? ഇവരാരാ അത് തീരുമാനിക്കാനായിട്ട്? അപ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ സംഘപരിവാർ നയങ്ങൾ നടപ്പാക്കുന്ന MM മണി അറിഞ്ഞില്ലേ? MM മണിയെ പോലെ തന്നെയുള്ളൊരു വ്യക്തിയായിരുന്നല്ലോ ആ പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിൽ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ബിന്ദുവിന് വേണ്ടിയിട്ട് MM മണി മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ വൽകൃതമായ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് 9.5 കൊല്ലത്തിലധികമായി. അപ്പോൾ MM മണിക്ക് മിണ്ടാട്ടമില്ല. S രാജേന്ദ്രൻ BJP പോയിപ്പോൾ തീർത്ത് കളയുമെന്ന് പറയും. അപ്പോൾ MM മണിയുടെ വർത്തമാനത്തെ നമ്മൾ ഒരു വിലയ്ക്കും കണക്കാക്കേണ്ടതില്ല. അത് വാമൊഴി വഴക്കമല്ല, CPM നേതാക്കന്മാരുടെ ശീലമാണ്. അത് MM മണിയുടെ മാത്രമല്ല, താമരശ്ശേരി പിതാവിനെ നികഷ്ടജീവി എന്ന് വിളിക്കുകയും NK പ്രേമചന്ദ്രനെ പരനാറിയെന്നും പരമനാറിയെന്നും വിളിച്ചതൊക്കെ പിണറായി വിജയനല്ലേ? അപ്പോൾ പിണറായി വിജയൻ അത് പറയാമെങ്കിൽ MM മണിക്ക് ഇതും പറയാം. ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, പാനൂരിലെ DYFIക്കാരുടെ ഒരു പ്രകടനം ഉണ്ടായി. കതിരൂരിലെ മനോജിനെ വെട്ടിയ പൊന്നരിവാള് മറ്റേ കാച്ചി മിനിക്ക് അടിച്ചു പരത്തി കൈ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവര് ഇനിയും വെട്ടുമെന്നാ പറഞ്ഞത്. അപ്പൊ പാനൂരിലെ സഖാക്കന്മാർ ഇപ്പൊ ഈ മുദ്രാവാക്യം വിളിക്കും. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ DYFIയുടെ സംസ്ഥാന നേതൃത്വവും CPM-ന്റെ നേതൃത്വവും ഒരു കാര്യം പറയണം. കതിരൂർ മനോജ്, അയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു, കൊലക്കേസിലെ പ്രതിയായിരുന്നു, BJP-കാരനും RSS-കാരനായിരുന്നു. അയാളുടെ ചെയ്തികളെയോ അയാളുടെ സംഘടനാ രാഷ്ട്രീയത്തെ ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല. പക്ഷേ അയാളെ കൊന്നത് CPM അല്ലെന്നാണ് ഇത്രയും കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കതിരൂർ മനോജ് വധക്കേസ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും CPM-കാരാണ്. പക്ഷെ അപ്പോൾ പോലും അവർ പറയുന്നത് ഞങ്ങളല്ല കൊന്നതെന്ന് പറയാം. അപ്പോൾ ഈ DYFIക്കാർ പിന്നെ വിളിച്ച ആരെ കുറിച്ചിട്ടാ? ഒന്നുകിൽ DYFIയുടെ സഖാക്കന്മാർക്ക് യാതൊരു വിവരവുമില്ല, അല്ലെങ്കിൽ ഇവർ പറഞ്ഞത് സത്യമാണ്, കതിരൂരിലെ മനോജിനെ കൊന്നത് ഇവരാണ്. അപ്പോൾ ഇവർ ഈ കൊലവിളി പ്രസംഗവും മുദ്രാവാക്യമൊക്കെ വിളിക്കുകയും അത് കണ്ടു നിൽക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇവർ ഒഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കുന്നു, തെങ്ങും തോട്ടത്തിൽ പാനൂര്, എന്നിട്ട് പറയുക സംഘപരിവാർ വിരുദ്ധ പോരാട്ടമാണെന്ന്. പിണറായി വിജയനും RSS-ന്റെ നേതാക്കന്മാരും ഒക്കെ ശ്രീ M-ന്റെ നേതൃത്വത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ സന്ധി സംഭാഷണം നടത്തി ഇവരങ്ങ് കൊലപാതകം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ വീണ്ടും ഇലക്ഷൻ ആകുമ്പോൾ ഇവർ ഇറങ്ങുകയാണ് കൊലവിളി പ്രസംഗവും കൊലപാതകവും ഒക്കെ ആയിട്ട്. ഏതെങ്കിലും രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയിൽ കലുഷിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക തന്ത്രപ്പാടിലാണ് എന്ന് വേണം നമുക്ക് യഥാർത്ഥത്തിൽ പറയാനായിട്ട്. ഇപ്പോൾ MM മണിയെ യഥാർത്ഥത്തിൽ കടിഞ്ഞാണിട്ട് പിടിക്കാൻ CPM-ന്റെ കയ്യിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന പെൻഷനുമായി ബന്ധപ്പെട്ട് അത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെ മനസ്സിൽ വലിയ രീതിയിൽ അലട്ടിയിട്ടുണ്ട്. അതൊന്നും മറന്നു പോകാനുള്ള സമയം പോലും ആയിട്ടില്ല അടുത്തൊരു പ്രസ്താവനയുമായി രംഗത്തേക്ക് വരുമ്പോഴെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സജി ചെറിയാനെ പോലെയുള്ളവരുടെ വർഗീയ പരാമർശങ്ങൾ, അല്ലെങ്കിൽ MM മണിയെ പോലെയുള്ളവരുടെ കൊലവിളികൾ, ഇതെല്ലാം തന്നെയും ഗ്ലോറിഫൈ ചെയ്ത് അല്ലെങ്കിൽ അനുകൂലമാക്കിക്കൊണ്ടായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ CPM-ന്റെ ഓരോ നീക്കങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രതികരണം എന്ന് നമുക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും CPM നേതാക്കന്മാർ കളവ് കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ, കൊലപാതകം കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ, നാട്ടുകാർ കയ്യോടെ പിടിച്ചു നിർത്തി കെട്ടിയിട്ടാൽ മാത്രമേ ഇവർ പറയും ജാഗ്രത കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ തോന്നിവാസം ചെയ്തവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. MM മണി ഇലക്ഷൻ തോറ്റപ്പോൾ, പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റപ്പോൾ പറഞ്ഞ എന്താ? പെൻഷൻ വാങ്ങി ശാപ്പാടടിച്ചിട്ട് വോട്ട് ചെയ്തില്ല, നന്ദിയില്ലാത്ത മനുഷ്യരെന്ന്. MM മണിയുടെ തറവാട്ട് സ്വത്തിൽ നിന്ന്, പിണറായി വിജയന്റെ തറവാട്ട് സ്വത്തിൽ നിന്നല്ല ഈ പെൻഷൻ കൊടുക്കുന്നത്. ഈ സാധാരണ മനുഷ്യരുടെ നിത്യോപയോഗ സാധനങ്ങളും ജീവൻ രക്ഷാ മരുന്നും വാങ്ങുന്നതിന്റെ പെൻഷനിൽ നിന്നാണ്. സാധാരണ മനുഷ്യർക്ക് അവർക്ക് മാസപ്പടി ഇല്ലല്ലോ, വീണ തൈക്കണ്ടിയെ പോലെ. അപ്പോൾ ആ ആളുകൾക്ക് പെൻഷൻ, അർഹതപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഈ സർക്കാരിൻ്റെ നയം തന്നെ MM മണി പറഞ്ഞത് ചാപ്പാടടിക്കാൻ ഞങ്ങൾ തരുന്ന ഔദാര്യമാണെന്നുള്ള തോന്നൽ. കാരണം പെൻഷൻ 6 മാസം മുടങ്ങിയപ്പോൾ ഹൈക്കോടതിയിൽ പോയി ഇത് നിരന്തരം കൃത്യമായിട്ട് മുടങ്ങാതെ തരണമെന്ന് ആവശ്യപ്പെട്ട മനുഷ്യരോട് ഇത് സർക്കാരിൻ്റെ ഔദാര്യമാണ്, പണം കിട്ടുമ്പോൾ തരാം, നിങ്ങളുടെ അവകാശമല്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ്. അതേ നയം തന്നെ കുറച്ചുകൂടി വൃത്തികെട്ട ഭാഷയിൽ MM മണി പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പെൻഷൻ വാങ്ങി ശാപ്പാടടിച്ചിട്ട് വോട്ട് ചെയ്തില്ല എന്ന്. ഇത് വരെ സ്ഥിരം പരിപാടിയാണ്. ഇവർ ഇതേ മനസ്ഥിതിയോടുകൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കിറ്റ് കൊടുത്തത്. ആളുകളുടെ ദാരിദ്ര്യത്തെ, ആളുകളുടെ ഗതികേടിനെ, ആളുകളുടെ എല്ലാവിധത്തിലുള്ള ദുരിത സമാനമായ ജീവിതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും മുതലെടുക്കാനാണ് ഇവർ നോക്കുന്നത്. ഇവർ പെൻഷൻ കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? ലക്ഷ്യം ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ സമൂഹത്തിലെ ഏറ്റവും സാധാരണപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ഉന്നതി ഉണ്ടാകട്ടെ എന്നുള്ള ലക്ഷ്യത്തിലല്ല. ഈ പെൻഷൻ കിട്ടുന്ന ആളുകൾ മുഴുവൻ CPM-ന് വോട്ട് ചെയ്യണമെന്നു. ഇത് AKG സെന്ററിൽ കിട്ടുന്ന പിരിവ്, ബക്കറ്റ് പിരിവ് വീതം വെച്ച് കൊടുക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യരാണ് രാഷ്ട്രീയമായിട്ട് അവരുടെ വോട്ടവകാശം ഉപയോഗിച്ചത്. അവരെയാണ് ഈ ആക്ഷേപം പറഞ്ഞത്. അപ്പോൾ MM മണി തിരുത്തുകയോ MM മണിയെ പാർട്ടി തിരുത്തുകയോ ചെയ്യില്ല. ഇത് കുറേ കാലമായി നമ്മൾ കാണുന്ന MM മണി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പറഞ്ഞിട്ടുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത,
അത് അധ്യാപകരായാലും, അത് പെമ്പിളെ ഒരുമ സമരക്കാരായാലും, അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും, ഏത് സ്വന്തം പാർട്ടിക്കാരെ കുറിച്ചിട്ടായാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പണ്ട് VS അച്യുതാനന്ദനെ കുറിച്ചിട്ടും സമാനമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് പറയാനുള്ള പെർമിഷൻ കൊടുക്കുന്ന ഹെഡ് മാസ്റ്ററാണ് പിണറായി വിജയൻ. അപ്പം MM മണി എന്ത് പറഞ്ഞാലും അത് നാട്ടുഭാഷയുടെ വാമൊഴി വഴക്കമെന്ന് പറയാം. പക്ഷെ ഇതെല്ലാം ഇടുക്കിയിലെ മുഴുവൻ ആളുകളും തിരിച്ച് ഈ വാമൊഴി വഴക്കം പറഞ്ഞാൽ MM മണി ചെവിയിൽ പഞ്ഞു വെച്ചിരിക്കേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു ഇടത് സഹയാത്രികനുമായി സംസാരിച്ചപ്പോൾ ഈ ഒരു വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇത്രയും പ്രായമായില്ലേ, MM മണിക്ക് ഇത്രയും പ്രായമായി, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, അതിനെയൊക്കെ വളച്ചൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത അല്ലെങ്കിൽ അത്രത്തോളം പാവം പിടിച്ചൊരു മനുഷ്യനാണ് MM മണി. അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കാരണവുമില്ലാതെ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും ഇത്തരത്തിൽ പാർട്ടി കോടതിയിൽ തെറ്റുകാരനാണ് എന്ന് പറയുന്നത് വരെ കോടതി ശിക്ഷിച്ചാൽ പോലും ഇവർക്ക് തെറ്റുകാരനല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ല, അതില് എന്താന്ന് വെച്ചാൽ MM മണിക്ക് പ്രായമായില്ലേന്ന്. നമ്മുടെ നാട്ടിലെ പ്രായമായ കാരണന്മാരൊക്കെ ഈ മാതിരി വൃത്തികേട് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കുമോ? ഇല്ല. സ്വന്തം വീട്ടിലുള്ള കാരണന്മാർ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. പിന്നെ നാട്ടിൽ വല്ലോടത്തും നിൽക്കുന്ന കാരണന്മാർ വെറുതെ കയറി ഈ ആക്ഷേപം മുഴുവൻ പറയാ, വൃത്തികേട് പറയാ. പ്രസംഗ ഭാഷയായിരുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അറിയാതെ പറഞ്ഞു പോയതാണ്, പ്രസംഗ ഭാഷയിൽ പ്രസംഗത്തിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ അങ്ങ് വന്നു പോയതാണ് എന്നാണ് ന്യായീകരിക്കുന്നത്. സംസാരിക്കുമ്പോൾ വിക്കുള്ള EMS നമ്പൂതിരിപ്പാട് 10,000-കണക്കിന് മനുഷ്യരെ പ്രസംഗിച്ച് ത്രസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പ്രസംഗത്തിന്റെ ഭാഷയൊന്നും നമ്മളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നന്നായി സംസാരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ അവരോട് പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടി അതിനെ നമ്മൾ കാണുകയും ചെയ്യുന്നത്. പക്ഷേ MM മണിയുടെ പ്രസംഗ ഭാഷയല്ല, ആ ഭാഷയ്ക്ക് കിട്ടേണ്ട മറുപടി നാവ് കൊണ്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. MM മണി പറഞ്ഞ പോലെയാണ്. പിന്നെ നാട്ടിലെ എല്ലാ പ്രായമായ ആളുകളും ഇതേ ഭാഷ ഉപയോഗിച്ചാൽ പിണറായി വിജയനെ കുറിച്ച് എന്തായിരിക്കും പറയേണ്ടി വരിക, എന്തായിരിക്കും പറയുക? അപ്പോൾ അങ്ങനെയുള്ള ഭാഷ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രേരകമാകരുത്. പിന്നെ MM മണി ഒരു ഉറുമ്പിനെ നോവിക്കാത്ത പാവ മനുഷ്യനാണെങ്കിൽ ഒന്നിനെ വെടിവെച്ചു കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഒന്നുകിൽ MM മണി കൊലപാതകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാക്ഷിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊലപാതകം നടത്തിയ ആളുകളെ അറിയാം. ഏത് തരത്തിലായാലും അയാൾ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഉറുമ്പിനെ നോവിക്കാത്ത ആളൊന്നുമല്ല. ഇനി ഒരുപാട് കൊലപാതകത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഉറുമ്പിനെ നോവിക്കണമെന്നില്ല. അപ്പോൾ ഇവര് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ പിടിച്ച് ജയിലിലിട്ടെന്ന് പറഞ്ഞ്, തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. അതിന് തെളിവ് കിട്ടാത്തത് കൊണ്ടാണ്. ആളുകൾ MM മണി പറഞ്ഞ കാലഘട്ടത്തിനിടയിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ സീക്വൻസുകൾ ആളുകൾക്കറിയാം, ഓർമ്മയിലുണ്ട്. പക്ഷെ തെളിവ് ഹാജരാക്കാൻ പറ്റിയില്ല എന്നോർത്ത് കൊലപാതകം നടന്നിട്ടില്ല എന്നല്ല. മരണപ്പെട്ട മനുഷ്യർ വെറുതെ മരിച്ചു പോയതല്ലോ, അവർ കൊല ചെയ്യപ്പെട്ടതാ. ഇനി കോടതി ശിക്ഷിച്ചാൽ ഇവർ അംഗീകരിക്കും? ഇല്ല, ഒരിക്കലും. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദനെ ശിക്ഷിച്ചിട്ട് ഇവര് പറഞ്ഞത് എന്താ? കുഞ്ഞനന്ദൻ ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മഹാമനുഷ്യനാണെന്നാ പറഞ്ഞത്. കുഞ്ഞനന്ദനെ പാനൂരുള്ള മനുഷ്യർ പറയുന്ന കാലം കുഞ്ഞനന്ദൻ എന്നാണ്. കുഞ്ഞനന്ദൻ പ്രത്യക്ഷപ്പെട്ടാൽ ആരുടെയെങ്കിലും കൊലപാതകം നടക്കുമെന്നാണ് അവിടെ പ്രാദേശികമായിട്ട് ആളുകളുടെ സംസാരം. അത് നാട്ടിലെ മുഴുവൻ മനുഷ്യര്, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സംസാരമാണ്. അങ്ങനെയുള്ളൊരു കുഞ്ഞനന്ദനെ കോടതി ശിക്ഷിച്ചിട്ടും CPM സമ്മതിച്ചില്ല. TP ചന്ദ്രശേഖരൻ മരിച്ചതായിട്ട് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കൊടി സുനിക്കും ട്രൗസർ മനോജനും കിർമാണി മനോജനും ഇങ്ങനെ വേണ്ട ജ്യോതി ബാബു, അങ്ങനെ കുറേ കൊലപാതകങ്ങൾ ജയിലിൽ കിടക്കുക. ഇവർക്ക് ഇഷ്ടം പോലെ പരാൾ കൊടുക്കുന്നു, പെണ്ണ് കെട്ടിക്കുന്നു, വീട് പണി നടത്തിക്കുന്നു, അതിനകത്തിരുന്ന് സ്വർണം പൊട്ടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ ഇവന്മാരുടെ കൂലിയും വർദ്ധിപ്പിച്ചു, 600 ചില്ലാൻ രൂപയായിട്ട് കൂലിയും വർദ്ധിപ്പിച്ചു. കാരണം ഇവരുടെ കുടുംബം നോക്കണമല്ലോ ഒന്ന്. ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ട് വല്ലവനെയും വെട്ടിക്കൊന്ന് കളഞ്ഞ് ജയിലിൽ പോകുന്നവന് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കൂലി വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്താണ് ഇവർ MM മണി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാലും കോടതി ശിക്ഷിച്ചാലും പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെട്ടാലും ഇവരത് സമ്മതിക്കില്ല. അപ്പോൾ ഇവരെ തിരുത്താൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് തിരുത്താൻ പറ്റുന്നത് നമ്മുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവനയുണ്ട്. ഇവരെ എപ്പോഴെങ്കിലും സജി ചെറിയാൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചത്, MM മണിയുടെ പ്രസ്താവന വളച്ചൊടിച്ചത്, പിണറായി വിജയന്റെ വളച്ചൊടിച്ചത്, MV ഗോവിന്ദന്റെ വളച്ചൊടിച്ചത്, ചിത്തരഞ്ജന്റെ വളച്ചൊടിച്ചത്, കടകംപള്ളിയുടെ വളച്ചൊടിച്ചത്. അപ്പോൾ ഇവരുടെ പ്രസ്താവന മാത്രം എന്താ വളച്ചൊടിക്കുന്നത്? അത് മാധ്യമങ്ങൾ ചെയ്ത തെറ്റാന്നല്ലേ മതി. ഇവന്മാർ നാവെടുത്ത് വളച്ചാൽ വൃത്തികേടും തെമ്മാടിത്തരവും തോന്നിവാസേ പറയുള്ളൂ. അത് മാധ്യമങ്ങളുടെ കുഴപ്പമില്ലല്ലോ. തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന പണ്ട് ദേശാഭിമാനി പത്രം മാത്രമേ ഉള്ളൂ, വേറെയും കുറെ പത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന തോന്നിവാസം മറ്റു പത്രങ്ങളിൽ വരുമ്പോൾ പിറ്റേ ദിവസം ഇവർ ദേശാഭിമാനി പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്.
അപ്പോൾ കേട്ട ആളുകളെ ഉള്ളൂ. ഇതിന് വിഷ്വൽ എവിഡൻസ് ഇല്ല, ഓഡിയോ എവിഡൻസ് ഇല്ല. ഇന്ന് അങ്ങനെയല്ല. ദൃശ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് ഓഡിയോ വിഷ്വൽ ക്ലിപ്പായിട്ട് നിൽക്കുകയാണ്. എന്നാലും ഇവർ സമ്മതിക്കില്ല. നിയമസഭ പട്ടാപ്പകൽ അടിച്ചു പൊട്ടിച്ച് ലോകം മുഴുവനുള്ള മനുഷ്യർ ലൈവായി കണ്ടിട്ടും ഇവന്മാരെന്താ പറഞ്ഞേ? ഇവരത് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞേ. ഇതുപോലെ നാണോ ഉളുപ്പില്ലാത്ത മനുഷ്യന്മാരാണ് CPM-ന്റെ നേതൃനിരയിൽ ഇപ്പോൾ നിൽക്കുന്നത്. മുഴുവൻ ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആ പാർട്ടിയെ നയിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഇതുപോലെ ഉളുപ്പും നാണവും ഇല്ലാത്ത മനുഷ്യരാണ്. അപ്പൊ അവരുടെ പ്രസ്താവനകൾ വളച്ചൊടിച്ചു എന്ന് അവർ പറയും. അവർ നിരന്തരം പറയും. ഭരണഘടനയിൽ മതേതരത്വം, സോഷ്യലിസം പോലുള്ള കുന്തവും കുടച്ചക്രവും ഉണ്ടെന്ന് പറഞ്ഞ സജി ചെറിയാൻ, എന്നിട്ട് പറഞ്ഞു നമ്മൾ വളച്ചൊടിച്ചാണ് അല്ലേ? മലപ്പുറത്തും കാസർഗോഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച മനുഷ്യരുടെ പേര് കണ്ടാൽ അറിയാം വർഗീയതയുടെ ആഴമെന്ന്. അതായത് മനുഷ്യരുടെ പേര് കണ്ട് വർഗീയത അളക്കുന്ന ആ പരിപാടി വേഷം കണ്ട് വർഗീയത അളക്കുന്ന നരേന്ദ്രമോദിയുടെ പരിപാടിയാണ്. എന്നിട്ട് സജി ചെറിയാൻ പിറ്റേ ദിവസം അതിനെ ന്യായീകരിച്ചു, അതിന്റെ പിറ്റേ ദിവസം ന്യായീകരിച്ചു, 4-ാം ദിവസം ഒന്ന് പറയാ വളച്ചൊടിച്ചതാണെന്ന്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാ പറഞ്ഞു. അയാൾക്ക് തെറ്റുപറ്റിയെന്നല്ല പറഞ്ഞത്. അത് കേട്ട പറഞ്ഞതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നു. ഇതുപോലെ നാണവും ഉളുപ്പും ഇല്ലാതെ ഈ തോന്നിവാസം പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന മറ്റൊരു വർഗം കേരളത്തിലില്ല. ഇതാണ് ഇവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന വേറൊന്ന്, ഇവർ പറയുന്നത് മറ്റൊന്ന്. അപ്പൊ ഇവർക്ക് മാത്രം മനസ്സിലാകുന്ന ന്യായമാണ് ഇവർ നന്നാകരുത്. ഇവർ നന്നായി പോയാൽ ഇനിയും ചിലപ്പോൾ അവസരം കിട്ടിയാൽ അപ്പൊ ഇവർ നന്നാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും.